നമസ്തേ, ഞാൻ ഡോക്ടർ രൺധീർ, സീനിയർ കൺസൾട്ടന്റ് ആണ്, മായവൃക്ഷം, കോയമ്പത്തൂർ. ഇപ്പോ എല്ലാവരും ഉറക്കത്തിലാണോ അതോ അതാ ഞാൻ ചായ കുടിച്ചിട്ടാവാം എന്ന് ഞാൻ പറഞ്ഞത് അല്ലേ? ഹലോ, ചായ കുടിച്ചോ? പേടിക്കല്ലേ? അപ്പോ എല്ലാവർക്കും ഇപ്പോ ആയുർവേദത്തെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കാണാം, സന്ധിഗതവാദം, അതിന്റെ പ്രതിരോധവും പരിചരണവും. എന്താണ് സന്ധിഗതവാദം? എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്രയോഗവും അത് അല്ലേ? സന്ധിഗതവാദം ഉണ്ടോ? ആരെങ്കിലും കേൾക്കാത്തതായിട്ടുണ്ടോ? ആരെങ്കിലും കേൾക്കാത്തതായിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മോഡേൺ ടോപ്പിക് അല്ലെങ്കിൽ മോഡേൺ വേർഡ് എന്ന് പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നും അഭിസംബോധന ചെയ്യാറുണ്ട്. എന്നാൽ സന്ധിഗതവാദത്തിനു മുന്നേ നമുക്ക് എന്റെ വക ഒരു ചെറിയൊരു ആയുർവേദത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. സോ ആയുർവേദം എന്നാൽ എന്താണ് ആയുർവേദം? ആര് പറയൂ. ഇപ്പൊ ഒരു ചെറിയൊരു ക്ലാസ് കഴിഞ്ഞതല്ലേ? അപ്പൊ ആയുർവേദം എന്ന് വെച്ചാൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത്? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുന്നതാണ് ആയുർവേദം. അതൊന്ന്. വേറെ ആര് പറഞ്ഞു? ആയുസിന്റെ അങ്ങനെയും പറയാം. ആയുസിനെ നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ഉപായം അല്ലേ? പിന്നെ ഉണ്ടോ? വേറുണ്ടോ? പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഒരു പോയിന്റ് വ്യക്തമാണ്. വൈദ്യൻ രാംകുമാർ സാർ പറഞ്ഞ പോലെ, എന്റെ അച്ഛനാണ്, ഞാനിപ്പോ വൈദ്യൻ രാംകുമാർ സാർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അച്ഛൻ തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. അച്ഛൻ പറഞ്ഞ പോലെ ക്രിസ്തുവിനു മുമ്പേയുള്ള ഒരു വേദമാണ്. അപ്പൊ എന്താണ് ആയുർവേദം? നമുക്ക് ആ വേർഡിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം ചെറുതായിട്ട്. സോ ആയുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കറിയാം നിങ്ങളെല്ലാവരും സംസ്കൃതം പഠിച്ചവരാണെന്ന് അറിയാം. ഞാൻ BAMS ചേരുമ്പോഴാണ് സംസ്കൃതം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോ സെയിം കാര്യം ഞാനും പറയുന്നു. തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നെ തിരുത്താം. ആയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് എന്നാണ്, ആയുസ്. വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ്, അറിവ്, നോളേജ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടി കാണൂല്ലോ എന്താണ് ആയുർവേദം എന്ന്. അതെ, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നോളേജ് അബൌട്ട് യുവർ ലൈഫ്, അങ്ങനെ പറയാം. നിങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു വേദമാണ് ആയുർവേദം അല്ലേ? അതെ. അപ്പോ കുറച്ചും കൂടി ഡീപ്പറായിട്ട് പോവാം. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ത്രിദോഷങ്ങൾ. എന്താ ത്രിദോഷം? എന്താ കേട്ടിട്ടുണ്ടോ? അപ്പോ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഞാൻ ഈ PPT ഉണ്ടാക്കിയത് വെറുതെയോ? അതെ, ത്രിദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ എനർജീസ് എന്ന് പറയും. നമ്മുടെ ജീവിതത്തെ ഈക്വലൈസ് ആക്കാൻ അല്ലെങ്കിൽ ഒരുപോലെ നിയന്ത്രിക്കുന്ന 3 ഊർജമാണ് വാദം, പിത്തം, കഫം. ഒന്നുകൂടി, വാദം, പിത്തം, കഫം. ഈ 3 ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിൽ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ സകല സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സകല സാധനങ്ങളും
ഈ ലോകത്ത് ഉണ്ടാക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതറിയണ്ടാവും, എല്ലാവർക്കും അറിയണ്ടാവും. പറഞ്ഞു. അറിയോ? പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നു. കറക്റ്റ്. പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. എന്തൊക്കെയാ പഞ്ചമഹാഭൂതങ്ങൾ? അതും അറിയാലോ, പറയട്ടെ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അതെ, ഈ പഞ്ചമഹാഭൂതങ്ങൾ കൊണ്ടാണ് ഒരു ശരീരത്തെയും നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചു? ആയുർവേദം എന്താന്ന് അറിഞ്ഞു. ഇപ്പോ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന 3 ഊർജത്തെ പറ്റി ഞാൻ പറഞ്ഞു. വാദം, പിത്തം, കഫം. ഇനി ഈ വാദം, പിത്തം, ഈ ത്രിദോഷങ്ങളും പഞ്ചമഹാഭൂതങ്ങളും തമ്മിലൊരു അടുപ്പുണ്ട്, ഒരു ബന്ധമുണ്ട്. അപ്പോ വാദം അതെല്ലാരും കേട്ട് കാണും അല്ലേ? എന്റെ അച്ഛനെ ഇങ്ങോട്ട് പറയല്ല, ഒന്ന് നടക്കാൻ പറഞ്ഞ വാദം കൂടി എന്ന് പറയും. ചിലപ്പോ മടിയാവും, ചിരിക്കുന്നുണ്ട് അപ്പുറത്ത്. അപ്പോ അത് കേൾക്കുന്നതാണ് എല്ലാരും. വാദം കൂടി തോന്നുന്നു, വേദന കൂടി. അപ്പോ എന്താണ് അത്? ഇതിന്റെ ഡീപ്പർ വേർഷനാണ് നമ്മൾ പറയുന്നത്. ഈ വേദന എന്തുകൊണ്ട് വരുന്നു, ബലം എന്തുകൊണ്ട് വരുന്നു, കടപടാന്നുള്ള സൗണ്ട് എന്തുകൊണ്ട് വരുന്നു, അതിന്റെ ഒരു ബേസ് ആണ് ഞാൻ ഈ 3 ലൈനുകളിൽ പറയുന്നത്. വാദം ഒരു വായുവും ആകാശത്തിന്റെയും ഒരു സംയുക്തമാണ് വാദം എന്ന് പറയുന്നത്. വായു എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, എയർ. അതാ വായു, ആകാശവും. ആകാശം എന്ന് പറയാ എല്ലാവർക്കും അറിയാം, സ്പേസ്. അപ്പോ വാദം എന്ന് പറയുന്നത് കാറ്റും സ്പേസും, ഇത് രണ്ടുമാണ് വാദത്തിന്റെ ഒരു കോറിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം. പിത്തം എന്ന് കേട്ട് കാണും അല്ലേ? അപ്പൊ പിത്തം എന്ന് പറയുന്നത് അഗ്നി, ജലം. ഒരു എക്സാമ്പിൾ പറയാം. വാദത്തിന് ഞാനൊരു എക്സാമ്പിൾ പറയാം, ഒരു സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണത്. ഹാർട്ട് പമ്പ്സ് ബ്ലഡ് ഫ്ലോ എന്ന് പറയും. എവിടെ? അലോപ്പതിക് വേർഷൻ. ഹൃദയമിടിപ്പ് കൊണ്ട് ഉണ്ടാവുന്ന ബ്ലഡ് ഫ്ലോ, ഈ ബ്ലഡ് സർക്കുലേഷൻ കഴിഞ്ഞു, ഡെഫിനിഷൻ കഴിഞ്ഞു അവിടെ അലോപ്പതിയിൽ. എന്നാൽ വെൻ ഇറ്റ്സ് കം ടു ആയുർവേദത്തിലോട്ട് വരുമ്പോൾ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു, അവിടെ ഒരു എയർ പുഷ് ചെയ്യാൻ, ബ്ലഡിനെ പുഷ് ചെയ്യാനുള്ളൊരു എയർ, അതാണ് വാദം. അപ്പോ ആയുർവേദം മച്ച് മോർ ഡീപ്പർ അല്ലേ? അതെ. ഇനി പിത്തം എന്ന് പറയുന്നുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആരെങ്കിലും HCl എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ? അതെ, മോഡേൺ സയൻസ് പറയുന്നു HCl എന്ന് പറയുന്നത് ആമാശയത്തിലെ ദഹന പ്രക്രിയകൾ ചെയ്യുന്നതാണ് അല്ലേ? വെൻ ഇറ്റ് കംസ് ടു പിത്ത എന്ന് പറയുമ്പോൾ അത് അഗ്നിയും ജലവുമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആരെങ്കിലും തൊട്ട് നോക്കിയിട്ടുണ്ടോ? തൊടാൻ പറ്റില്ല. കാരണം എന്താ? പൊള്ളിപ്പോവും. അതിൽ ജലവുമുണ്ട്, അഗ്നിയുമുണ്ട്. ഇതാണ് അതിന്റെ കോറിലേഷൻ വരുന്നത്. കഫം അതെല്ലാവർക്കും അറിയുണ്ടാവും, അറിയില്ലേ? ചുമച്ച് തുപ്പുന്ന കഫം മാത്രമല്ല കേട്ടോ, കഫം അതും പറയാം. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു, വാദം കൂടുമ്പോൾ ഉണ്ടാവുന്ന വേദന അല്ലെങ്കിൽ സൗണ്ട് വരും, കടപടാന്ന് സൗണ്ട് വരും അല്ലേ? അത് വാദം കൂടുന്നത് കൊണ്ട് മാത്രമല്ല, കഫം കമ്മിയാവുന്നത് കൊണ്ടും ഇതേ സംഭവം വരും. കാരണം എന്താ? കാർട്ടിലേജ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കാട്ടുജീരകല്ല, കാർട്ടിലേജ് എന്ന് പറയും. മജ്ജ തരുണാസ്ഥി എന്ന് വെച്ചാൽ 2 ജോയിന്റ്സിന്റെ ഇടയിൽ ഒരു ഓയിൽ പോലെ ഒരു സാധനം ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ നമ്മൾ ഗേറ്റ് ഇല്ലേ, ഗേറ്റിന്റെ വിജാഗിരിയിൽ നമ്മൾ ഓയിൽ കൊടുക്കില്ലേ, അതെന്തുകൊണ്ടാ?
സ്മൂത്തായിട്ടത്. അതെ, ആ അതേ മെക്കാനിസമാണ് കാർട്ടിലേജ് രണ്ട് മുട്ടുകളിലും മാത്രമല്ല എല്ലാ സന്ധികളിലും ചെയ്യുന്ന മെക്കാനിസമാണ് കാർട്ടിലേജ്. അത് കമ്മിയായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതുപോലുള്ള വേദന വരും, സൗണ്ട് വരും, പിന്നെ എല്ല് തേയ്മാനായി, പ്രശ്നങ്ങളായി. അപ്പോ ഇത് മൂന്നാണ് ത്രിദോഷങ്ങൾ: വാദം, പിത്തം, കഫം. പഠിച്ചല്ലോ. അപ്പൊ അടുത്തത് ഇപ്പൊ എന്താ ഒന്ന് 3 സുന്ദരി പെൺകുട്ടികളല്ലേ? ഇതേപോലെ ആയുർവേദം 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് പിത്ത കഫങ്ങൾ. നമ്മുടെ പ്രായം പോലും വാദം, പിത്തം, കഫം എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഒരു എല്ലാവരും ചെറിയ കുട്ടികളെ തൊട്ട് കാണും, അവരെ പരിചരിച്ചും കാണും. എന്ത് സോഫ്റ്റ് അല്ലേ അവര്, ഭയങ്കര പഫി അല്ലേ അവര്, ഒരു സ്പോഞ്ച്, ഒരു സ്മൂത്ത് സ്പോഞ്ച് തുറന്ന പോലെ അല്ലേ. വേറെ ഒന്നുമല്ല, ആ കാലഘട്ടത്തില് അവർക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു പടി മുകളിലുണ്ടാവുന്ന ഒരു ദോഷമാണ് കഫദോഷം. കഫദോഷമാണ് ആ സമയത്ത് കുട്ടികളിൽ കൂടുതലായി കാണുന്നത്. കാരണം കഫദോഷം എപ്പോഴും നറിഷ്മെന്റ് അല്ലെങ്കിൽ റെജുവിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത് എപ്പോഴും കഫദോഷമാണ്. അപ്പോ ആ സമയത്ത് വളരേണ്ട പ്രായമാണ് കുട്ടികൾക്ക്, വളർച്ചയുള്ള പ്രായമാണ്. അപ്പൊ അവർക്ക് വേണ്ടത് കഫദോഷം തന്നെയാണ്. അപ്പൊ ഒരു 18 തൊട്ട് 20 വയസ്സ് വരെ കഫദോഷം ഇവിടെ തുടങ്ങും, നിൽക്കും. അതിനുശേഷം ഉണ്ടാവുന്നതാണ് യുവത്വം. എന്താ ഉണ്ടാവുക? അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്താവും? പിത്തം കൂടുന്ന സമയമാണ് അത്. ഇപ്പൊ നേരത്തെ പറഞ്ഞു, വയസ്സായ അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ പറയുമ്പോൾ അവര് കേൾക്കില്ല, അല്ലെങ്കിൽ അവര് അടിയുണ്ടാക്കും, അല്ലെങ്കിൽ അവര് ദേഷ്യപ്പെടും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ? അത് ഞാൻ പറയുന്നേക്കാളും കൂടുതൽ ചിലപ്പോൾ എൻ്റെ അച്ഛൻ പറയുന്നതൊന്നല്ല. കാരണം അറിയാലോ. അപ്പോ ഇതാണ്, പിത്തം കൂടുന്ന സമയമാണ്. അതാണ് അവർക്ക് എടുത്തുചാട്ടം. പെട്ടെന്ന് എടുത്തു ചാടുവരും, പെട്ടെന്ന് ദേഷ്യപ്പെടുവരും. കാരണം എന്താ? പഞ്ചമഭൂത ആരാണ് പഞ്ചമഹാഭൂതം? അവിടെ അഗ്നിയാണ്. അഗ്നിയും ജലവും സംയുക്തമായിട്ടുണ്ടാവുന്ന പഞ്ചമഹാഭൂതല്ലേ. അപ്പോ അഗ്നി എന്താ? അഗ്നിയുടെ ചൂട്, എടുത്തുചാട്ടം. അവര് ഭയങ്കര ചൂടന്മാരായിരിക്കും, അവര് എടുത്തു ചാടും അവര്. അപ്പൊ മോസ്റ്റ്ലി ആ ഒരു അഡൾട്ട് ടൈം എന്ന് പറയുന്നത് പിത്തകാലാണ്. പിന്നെ ഒരു 40-45 അതൊക്കെ തുടങ്ങും. ഇതിൽ രസകരമായുള്ള കാര്യം എന്താണെന്നറിയോ? എൻ്റെ വീട്ടിലൊരാൾക്ക് ഇപ്പോഴും വാതകാലം ഇങ്ങോട്ട് തുടങ്ങിയിട്ടില്ല. അതെന്താണെന്നറിയില്ല. അത് എനിക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ഇപ്പോഴും 35 എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വന്ന് ഞാനും അച്ഛനും ഒരേ പ്രായക്കാരായി മാറുന്ന തോന്നുന്നു ഈ പോക്ക് പോവുകയാണെങ്കിൽ. അതെ, അപ്പൊ അമ്മ എന്നെ പ്രായ കൂടുതലാണെന്നാണോ പറഞ്ഞത്? അപ്പോ ഓക്കെ. അപ്പോ വാതകാലം ഒരു 40-45 ശേഷം തുടങ്ങും. എന്താണെന്നറിയില്ല, ഒരു മുട്ടുവേദന വരണം, അല്ലെങ്കിൽ ബാക്ക് സ്റ്റിഫാവണം, കൈവേദന വരണം, കഴുത്തിന്റെ പുറകിൽ വേദന വരുന്നു. ഇതുപോലുള്ള വേദനകളൊക്കെ തുടങ്ങും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ വക വേദനകളെ പറ്റിയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ വാദപിത്ത കഫങ്ങളും പ്രായം കൊണ്ടുണ്ടാവുന്ന സെഗ്രിഗേഷൻസും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പോകുന്ന ക്ലാസ്സസ് അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അല്ലാണ്ട് എന്താണെന്ന് അറിയാതെ എല്ലാവരും പറയുന്ന പോലെ വ്യായാമം ചെയ്യൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കൂ, അതിന് കാര്യമില്ല. ഇതാണ് നടക്കുന്നത് എൻ്റെ ശരീരത്തിൽ, അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാളുടെ ആവശ്യമില്ല അവിടെ. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അത് തന്നെയാണ് ആയുർവേദം പറയുന്നതും. കാരണം എന്താണെന്നറിയോ? ബാക്കി എല്ലാ സയൻസിനെയും വെച്ച് നോക്കുമ്പോൾ ആയുർവേദം ഒന്നിനെ ഊന്നി പറയുന്നുണ്ട്. അതിനൊരു ചാപ്റ്റർ തന്നെയുണ്ട്.
ദിനചര്യം എപ്പോ എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്ന് തൊട്ട് എത്ര മണിക്ക് കിടക്കണം എന്ന് വരെ ആയുർവേദം പറയുന്നുണ്ട്. അത് വേറെ ഒരു സയൻസും പറയുന്നില്ല, ആയുർവേദം മാത്രം പറയുന്ന ഒന്നാണത്. സോ അതൊരു വലിയ ടോപ്പിക്കാണ്. നമുക്കൊരു ദിവസം വേണമെങ്കിൽ അതിൽ സ്വാമിയോട് പെർമിഷൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഒരു ദിവസം മൊത്തം ഇരിക്കാവുന്നതാണ് അത്. പക്ഷെ ഇപ്പോൾ നമുക്ക് സന്ധിഗതവാദത്തെ പറ്റി പഠിക്കാം. മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻസ് അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സന്ധിഗതവാദം. എന്താണ് സന്ധിഗതവാദം? ആയുർവേദത്തിൽ സന്ധികളിൽ വാതദോഷം കൂടിയുണ്ടാകുന്ന അവസ്ഥയാണ് സന്ധിഗതവാദം. ഇത് പ്രധാനമായും മുട്ട്, വിരൽ, നടു, കഴുത്ത് തുടങ്ങിയ സന്ധികളെ ബാധിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഇതിന്റെ ഡീപ്പായിട്ട് പറയും. എങ്ങനെ വാദം വെറുതെ നടന്നു പോകുമ്പോൾ ഒക്കെ ഒന്ന് മുട്ട് കയറി ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നതല്ല അത്. വാദം എന്നുള്ള എന്താണ്? എയർ അല്ലെങ്കിൽ കാറ്റ് അല്ലേ? ഇതെങ്ങനെ ഈ കാറ്റ് എന്ത് ചെയ്യും? കാറ്റ് ഒരിടത്ത് ഇരിക്കുവോ? ഇല്ല. ഇത് നമ്മുടെ ശരീരം മൊത്തം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം വാദമാണ്. നിങ്ങൾ കൈ പൊക്കുന്നതും കാല് പൊക്കുന്നതും നടക്കുന്നതും ഇതിനെല്ലാം കാരണം വാദമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ, ചില കേസുകളിൽ അല്ലെങ്കിൽ ചിലർക്ക് കൈ പൊക്കാൻ പറ്റുന്നില്ല, കാല് പൊക്കാൻ പറ്റുന്നില്ല. അതെന്താ കാരണം? ചലിക്കേണ്ട വാദം നിർത്തു, അല്ലെങ്കിൽ അവിടെ ഒബ്സ്ട്രക്ഷൻ, ഒരു മതിൽ കെട്ടിയ പോലെ എന്തേലും ഒബ്സ്ട്രക്ഷൻ വന്നു. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്നത്. ഒന്ന്, മുട്ടുവേദന വരുന്നത്. കാറ്റിന്റെ വേറൊരു, ഇപ്പോ നന്നായിട്ട് മുഖം കഴുകിയിട്ട് ഒരു ഫാനിന്റെ ചുവട്ടിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഉണങ്ങിപ്പോവും. ഇതേ ഉണക്കം നമ്മുടെ മസിൽസിനെയും ബാധിക്കും. നമ്മുടെ മസിൽസിന്, നമ്മുടെ പേശികൾക്ക് ജലാംശം ആവശ്യമുണ്ട്. എന്നാൽ ഈ കാറ്റ് വന്ന് അവിടെ ഇടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡ്രൈനസിലൂടെ സ്റ്റിഫ്നെസ് വരും അല്ലേ? ഇതിന്റെ അപ്പോ മെയിൻ കാരണം, മുഖ്യ കൾപ്രിറ്റ് അല്ലെങ്കിൽ മുഖ്യ പ്രശ്നക്കാരൻ എന്ന് പറയുന്നത് വാദമാണ്. കാരണം വാദം അവിടെ തങ്ങി നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനകളാണ് നിങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ സന്ധിഗതവാദം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇതുപോലുള്ള സ്ഥലങ്ങൾ എല്ലാ ജോയിന്റ്സിലും, സന്ധി എന്ന് പറഞ്ഞ ജോയിന്റ്സ് ആണ്, അതെല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സന്ധിഗതവാദത്തെ പറ്റിയും അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അതെങ്ങനെ ഒഴിവാക്കാമെന്നും അതിനെ എന്തെങ്കിലും ചെറുത്ത് നിൽക്കാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ലക്ഷണങ്ങൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. ഡോക്ടറിന്റെ PPT-യിലെ ലക്ഷണങ്ങൾ അറിയാം, ഞങ്ങൾക്ക് നേരിട്ട് അറിയാമെന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. എങ്ങനെ? മുട്ടുവേദന, ഞാൻ പറഞ്ഞല്ലോ, സന്ധി വേദന അനുഭവപ്പെടും. സന്ധി വേദന, മുറുക്കം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റിഫ്നെസ് ആണ്. ചിലപ്പോൾ അനക്കാൻ പറ്റില്ല അങ്ങോട്ടോ, ചിലപ്പം ഇവിടെ തുടയുടെ മസിൽസ് വന്നിട്ട് സ്റ്റിഫാവും, അനങ്ങാൻ പറ്റാത്ത വിധം. ചലന ബുദ്ധിമുട്ട്, ചലിക്കാൻ പറ്റില്ല. കാരണം വേദന വന്ന ഒരു മനുഷ്യൻ ചലിക്കില്ല. പിന്നെ കിടുക്ക് ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കിടുകിടുന്ന് സൗണ്ട് ഉണ്ടാവും, അവിടെ ശബ്ദം ഉണ്ടാവും. വീക്കം, നന്നായി വീങ്ങും. എങ്ങനെ വീങ്ങുന്നറിയോ? നീര്. എങ്ങനെ നീര് വെക്കാന്നറിയോ? ഈ പറഞ്ഞ കാർട്ടിലേജ്, ഇതേ കാർട്ടിലേജ് അല്ലെങ്കിൽ ഇതേ ഈ ഒരു മജ്ജ, ഇത് കമ്മിയാവുമ്പോൾ എല്ലുകൾ രണ്ടും തമ്മിൽ ഒരതും. എല്ലുകൾ രണ്ടും തമ്മിൽ ഒരതി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇപ്പൊ പല്ലിങ്ങനെ കൂട്ടിക്കടിച്ച പല്ല് തെയ്യുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ എല്ലുകൾ ഉരഞ്ഞ് അവിടെ ബോഡി ഒരു ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും, അതിനെ ബോഡി ചെറുത്ത് നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഫ്ലൂയിഡ്സ് അക്യുമുലേഷൻ, അവിടെ വെള്ളം വരും. അപ്പോൾ ഈ വെള്ളം വരുന്ന കാരണം കഫമാണ് കേട്ടോ. അവിടെ കഫത്തിന് വലിയ റോളുണ്ട്. അവിടെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ വരും.
പക്ഷെ നമ്മൾ ആ കഫത്തെ നേർവഴിക്ക് കാണിച്ച് വാദം ശരിയാക്കിയില്ലെങ്കിൽ അത് ജീവിതകാലം മൊത്തം ഉണ്ടാവുക. കാരണം അലോപ്പതി പോയി കഴിഞ്ഞാൽ അവരാകെ തരുന്നത് ചിലപ്പോൾ ഡൈക്ലോഫിനാക്ക് പോലുള്ള പെയിൻ കില്ലേഴ്സ് ആവും. ഇപ്പോ നമ്മൾ ഇതെന്താ പറയുക, ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീര് വീക്കമോ അല്ലെങ്കിൽ കിടുകിട ശബ്ദം നന്നായി വരുന്നതോ മൂവ്മെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ചലനശേഷി നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു വൈദ്യനെ പോയി നേരെ കാണാം. നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. നിങ്ങൾക്ക് പണ്ട് അങ്ങനെയല്ല, അത് നോർമൽ വീക്കമാണ്, നോർമൽ വേദനയാണ്, ചിലപ്പോൾ ഉപ്പുവെള്ളത്തിലും കാല് മുക്കിയിടും. ഇപ്പൊ നിങ്ങൾക്കറിയാം ഇതുകൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് വൈദ്യനോട് നേരിട്ട് ചോദിക്കാം. നിങ്ങൾ ചോദിക്കണം വൈദ്യനോട്, ഇതല്ലേ സംഭവം എന്ന് ചോദിക്കാൻ പറ്റണം ഈ ക്ലാസ് കഴിഞ്ഞ. സന്ധിഗതവാദം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾറെഡി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ത്രിദോഷങ്ങളെ പറ്റി പറയുമ്പോൾ തന്നെ. ഒരു നിശ്ചിത പ്രായത്തിന് ശേഷം ശരീരത്തിൽ ക്ഷയം സംഭവിക്കുന്നത്. വാദം, ഈ വാദം എല്ലാത്തിനും ഇപ്പൊ ഞാൻ പറയൂ, ഈ വാദം ഉണ്ടെങ്കിൽ വാദം ഒബ്വിയസ്ലി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏജിങ്ങിനെ പോലും വാദപിത്ത കഫങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. വാദം എന്നും ഒരു ഡീനറിഷ്മെന്റ് സൈഡാ, അവരെ ക്ഷയിപ്പിക്കും. എന്നാൽ കഫം അങ്ങനെയല്ല. കഫം വളർച്ച നല്ലതാണ്, വളർച്ചയ്ക്ക് നല്ലതാണ് കഫം എന്നുള്ളത്. സോ വാദം കൂടുമ്പോൾ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ വാദം കൂടുകയും അതുകൊണ്ടുണ്ടാവുന്ന മസിൽ ലോസ്. കാരണം എന്താണെന്നറിയോ, മസിൽസ് ബോൺസിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ നടക്കുകയാണ്, എന്റെ മസിൽ തൈസ് അല്ലെങ്കിൽ തൈ മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആ ലോഡ് തൈ മസിൽസിന് പോകും. അതിനോടൊപ്പം ചെറിയൊരു തോതിലെ മുട്ടിന്റെ ജോയിന്റ്സിന് പോകുള്ളൂ. എന്നാൽ അവിടെ മസിൽസ് ഇല്ല. അപ്പൊ മസിൽസ് ചെയ്യേണ്ട പണി പോലും മുട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണ് അവിടെ. അതൊന്ന്. 2, വാതദോഷം വർദ്ധിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ പറയാം. അമിതമായ ശാരീരിക പ്രയത്നം, അമിതമായി ചെയ്യുക, അമിതമായിട്ടുള്ള ശാരീരിക പ്രയത്നങ്ങൾ, അത് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ. പിന്നെ തണുത്ത വരണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്. ഇതെല്ലാം കാരണം വെറും വ്യായാമം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നു അതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആ ദേഹത്ത് പിടിക്കണം. ഈ ദേഹത്ത് പിടിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ നറിഷ്മെന്റ് സൈഡ് ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അപ്പോ അതിന് വ്യായാമവും ഭക്ഷണ ക്രമീകരണവും വളരെ ആവശ്യമാണ്. പിന്നെ വേണ്ടത് വ്യായാമക്കുറവ്. എല്ലാവർക്കും അറിയാം. ഇപ്പോ ഉറക്കക്കുറവും മാനസിക സമ്മർദ്ദവും. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വക വേദനകൾ സ്വാഭാവികമാണ്. കാരണം എന്താണെന്നറിയോ, ഈ വാതപിത്ത കഫങ്ങൾ ഒരേപോലെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവണം, നമ്മുടെ ശരീരത്തിൽ ഒരേപോലെ ഉണ്ടാവണം. ഇത് ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കാണിക്കാൻ തുടങ്ങും. പ്രതിരോധങ്ങൾ ഓൾറെഡി അറിയാം. ഇപ്പൊ എന്താ പ്രതിരോധം? ഭക്ഷണ ക്രമീകരണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം ഉൾപ്പെടുത്തുക. പ്രോട്ടീൻ വേണം, ഫൈബർ വേണം, വൈറ്റമിൻ, എല്ലാ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. വെള്ളം ധാരാളം കുടിക്കുക. അമിതമായി ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാതിരിക്കുക. ഫ്രിഡ്ജ്, അതുപോലെ ഈ കപ്പ. ഇപ്പൊ വേദന ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ കപ്പ, മരച്ചീനി, അതുപോലുള്ള ഉരുളും കിഴങ്ങ്, അങ്ങനത്തെ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക. അടുത്തത് സ്ഥിരമായി വ്യായാമം ചെയ്യുക. എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഈ ഡോക്ടർമാർ വന്നിട്ട് എന്നും വ്യായാമം ചെയ്യാനുള്ള പറയണെന്നുള്ളത്, അല്ലേ? വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ഇപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, മസിൽസ് സ്ട്രെങ്ത് ആവും. അതുമാത്രമല്ല, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അത് ദഹിപ്പിക്കും.
ദഹിക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യും ബോഡിയിൽ. അപ്പോൾ നിങ്ങളുടെ ബോൺസിനെ, നിങ്ങളുടെ അസ്ഥിയെ അത് ബലപ്പെടുത്തും. അതിലൂടെ നമുക്ക് സന്ധിവേദനകൾ ഒഴിവാക്കാം. ഉറക്കം ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഒരു മനുഷ്യന് വേണ്ടത്. ആഹാരം, വ്യായാമം, നല്ല ഉറക്കം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ രോഗങ്ങളെ നമുക്ക് സുഖമായിട്ട് പ്രതിരോധിക്കാം. അപ്പൊ ഇത് മൂന്നാണ്: ഉറക്കം, വ്യായാമം, നല്ല ഭക്ഷണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും മറന്നുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മറന്നുപോയ ഒരു ശീലമാണിത്, എണ്ണ തേക്കുക എന്നുള്ളത്. അപ്പോൾ എണ്ണയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഫമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഗേറ്റിൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അത് വാദം കൊണ്ടുണ്ടാവുന്നതാണെങ്കിൽ അതിൽ ഗ്രീസ് ഒഴിക്കുന്നത് കഫമാണെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇവിടെ ഡ്രൈനെസ്സും വേദനയും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഓയിൽ എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഡെയിലി എണ്ണ തേച്ച് കുളിക്കാൻ ശ്രമിക്കുക. ഡെയിലി എണ്ണ, അതാണ് ആചാര്യൻ ദിനചര്യയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. നിത്യാഭ്യംഗം എന്ന് പറഞ്ഞ്, നിത്യാഭ്യംഗം ചെയ്തു കഴിഞ്ഞാൽ മസ്കുലോ സ്കെലിറ്റൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, ഒന്ന് മസിൽസിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന വാദത്തെ അത് തിരിച്ച് ഫ്ലോ ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും, സഹായിക്കും അത്. രണ്ട്, അതിലൂടെ മസിൽസിനെ ഡെവലപ്പാവും. മസിൽസ് ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഞരമ്പിനെ സ്ട്രെങ്ത് ചെയ്യാൻ, ഞരമ്പിനെ ബലപ്പെടുത്താൻ വളരെ അത്യുത്തമമാണ് എണ്ണ തേപ്പ് എന്നുള്ളത്. എങ്ങനെ? ഞരമ്പിനെ ബലപ്പെടുത്തുമ്പോൾ അവിടെ രക്തഓട്ടം കൂടും. രക്തയോട്ടം കൂടുമ്പോൾ, കാരണം നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടാവുമ്പോൾ അവിടെ ആദ്യം വരുന്ന ഒരാളാണ് രക്തം. കാരണം ഹീലിംഗ് പ്രോപ്പർട്ടി ഉള്ളത് രക്തത്തിനാണ്. ഇതേ രക്തം എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ വരില്ല. സർക്കുലേഷൻ കൂട്ടുന്ന ഏറ്റവും നല്ല ഒരു ഉപായമാണ് എണ്ണ തേക്കുക എന്നുള്ളത്. അതിന്റെ എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും ഞാൻ തരാം. എത്ര എക്സാമ്പിൾസ് വേണമെങ്കിലും തരാം. പക്ഷെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള എണ്ണ തേക്കണം എന്നുള്ളതാണ് അടുത്തത്. അപ്പോ അത് നമുക്ക് ഒരു ഡോക്ടറിനോടോ അല്ലെങ്കിൽ ഒരു വൈദ്യനോടോ ചോദിച്ച് മനസ്സിലാക്കാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് അത്. ഡെയിലി എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ട് പറയാം, ഞാൻ ഒരു 100 കണക്കിന് എക്സാമ്പിൾസ് പറയാം. ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് ഞാൻ പറയാം. 99 വയസ്സുള്ളൊരു അമ്മനെ ഞാൻ പറയാം, എണ്ണ തേച്ച് മാത്രം. എൻ്റെ സുഹൃത്തിന്റെ അച്ചമ്മയാണത്. അങ്ങനെ 100 കണക്കിന്. ഇപ്പോ സമയപരിധിയുണ്ട്. അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ അത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ചുരുങ്ങരുത്. മസിൽസ് ഡെവലപ്മെന്റ് ഉണ്ടായി വർഷത്തിലൊരിക്കൽ നമ്മൾ നന്നായി ആയുർവേദ പ്രകാരം ഒഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഡ് സെൽസ് അല്ലെങ്കിൽ സെൽസ് എല്ലാത്തിലും ഉണ്ട്. അത് മസിൽസിലും ഉണ്ട്, സ്കിന്നിലും ഉണ്ട്. ഈ ഡെഡ് ആയിട്ടുള്ള സെൽസ് ഉടഞ്ഞ് നമ്മൾ വേണ്ട ക്രമാധീനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഇത് പുനർജനിക്കപ്പെടുകയാണ്. ഇത് അവിടെയാണ് റെജുവിനേഷൻ എന്നുള്ള വേർഡ് അവിടെ നടക്കുന്നത് അവിടെയാണ്. അത് വളരെ നല്ലതാണ്. അത് എങ്ങനെ? ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ധന്വന്തരം തൈലം, അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തേക്കാവുന്നതാണ്. അത് ഒന്നാമത് ഞാൻ പറയാം, ആയുർവേദം എന്നുള്ളത് മച്ച് മോർ പേഴ്സണലൈസ്. ഓരോരുത്തർക്കും വേണ്ടി ആയുർവേദം ഓരോ ട്രീറ്റ്മെന്റ് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാവരുടെയും ശരീരപ്രകൃതി ഒന്നല്ല, എല്ലാവർക്കും വ്യത്യസ്തമായ ശരീരപ്രകൃതിയാണ്. അപ്പൊ അതിനനുബന്ധിച്ചുള്ള ഭക്ഷണവും ആരോഗ്യമുറകളും നമ്മൾ ചെയ്യേണ്ടതാണ്. ബട്ട്
ഞാൻ പറയാം. ഇപ്പൊ ധന്വന്തരം വളരെ നല്ല ഒന്നാണ്. മഹാനാരായണ തൈലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നാരായണ തൈലം കേട്ടിട്ടുണ്ടാവും. അത് വളരെ നല്ലതാണ്. വേറെ ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ, എള്ളെണ്ണ, പ്രപഞ്ചനവും തേക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഒരു പിത്തം പൈത്തികമായി കൂടുതൽ ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ നാരായണം തേക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പിത്തം കൂടാൻ ചാൻസ് ഉണ്ട്. അവിടെ ആക്ട് ആവുന്ന ഒരു എണ്ണയാണ് പിണ്ടതൈലം. പിണ്ണതൈലം എന്ന് പറയും. അതുപോലെ ഞാൻ പറയില്ലേ, ശരീരപ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വേറെ എന്തെങ്കിലും? മുറിവെണ്ണ ആർക്കും തേക്കാം. പക്ഷെ ഇവിടെ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവെണ്ണ ഒരു വാദഹരമായിട്ടുള്ളൊരു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വാദഹരം എന്താണ്, പിത്തഹരം എന്താണ്. വാദത്തെ കുറയ്ക്കുന്നതാണ് വാദഹരം. അപ്പോൾ വാദം എന്താണ്? കാറ്റാണ്, അത് തണുപ്പാണ്. അവിടെ നമ്മൾ തണുപ്പ് കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ ചൂട് ഉപയോഗിക്കണം. അപ്പോ അവിടെ മുറിവെണ്ണയുടെ കംപ്ലീറ്റ് കൂട്ടും ചൂട് നിറഞ്ഞതാണ്. അപ്പൊ കൂടുതൽ ഉറപ്പായും തേക്കാം. അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പായും മുറിവെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്. അത് വാദത്തിന് ഞാൻ പറഞ്ഞില്ലേ, വാദം മാത്രമല്ല അവിടെ. ഇപ്പൊ എല്ലാവരും ഓരോന്നും ഓരോരോ, ഇപ്പൊ വാദപിത്തമാണ്. 3 ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്: വാദവും, പിത്തവും, കഫവും. പക്ഷെ ചിലവർക്ക് കുറച്ച് വാദം കൂടുതലായിരിക്കും, പിത്തം കൂടുതൽ എന്ന് വെച്ച് നമ്മൾ വാദത്തെയും പിത്തത്തെയും മാത്രം കാണരുത്. അപ്പുറത്ത് പാവം കഫവും ഉണ്ട്. മുട്ടുവേദന വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞല്ലോ വീക്കം വരും എന്ന് ഞാൻ പറഞ്ഞു. വീക്കം വരുന്ന സമയത്ത് ഒരു കാരണവശാലും അവിടെ തൈലം തേക്കരുത്. ഒരു കാരണവശാൽ വീക്കം കമ്മിയാക്കുക എന്നുള്ളതാണ് അവിടെ ആദ്യത്തെ നമ്മുടെ ദൗത്യം. വീക്കം കമ്മിയാക്കി പിന്നെ എണ്ണ ഇടുക. പിന്നെ നമ്മൾ, അതാണ് ആയുർവേദം കൂടുതൽ റൂട്ട് കോസിൽ അല്ലെങ്കിൽ കാരണത്തെ കണ്ട് ചികിത്സിക്കുന്നത്. അവിടെയാണ് ആയുർവേദത്തിന്റെ വിജയം. എങ്ങനെ? പുളിയുടെ ഇല മാത്രമല്ല, പുളിയില മാത്രമല്ല, പ്ലാവിന്റെ ഇല വളരെ നല്ലതാണ്. മുരിങ്ങയുടെ ഇല, മുരിങ്ങ ഇപ്പൊ പറഞ്ഞ മുറിവെണ്ണയുടെ ഒരു കൂട്ടുപോലുമാണ്. ഓക്കെ, വേറെ അവിടെ എന്തോ അതെ, അല്ലേ? അതെ, ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ എന്റെ നമ്പർ തരാം. ഞാനൊരു 2 ആഴ്ച കൂടുമ്പോൾ ഈ 2 കേസ് വെച്ച് ഞാൻ ട്രീറ്റ് ചെയ്ത ആൾക്കാരുടെ ധൈര്യപൂർവ്വം ഞാൻ അയച്ചു തരാം. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, റുമറ്റോയ്ഡ് ഇപ്പോ ആയുർവേദത്തിൽ വരുമ്പോൾ സന്ധിഗത വാദം, അവിടെ എല്ലാം വാദമാണെങ്കിൽ പോലും അതിന്റെ വിഭജനങ്ങളുണ്ട്. അതാണ് അവിടെ പറയുന്നത്. നമ്മൾ എന്താണ് കാരണം? ഇപ്പൊ അവിടെ ഇപ്പൊ പറഞ്ഞില്ലേ, മുട്ടുവേദന വരുന്നു, അവിടെ കളറ് വരെ നമുക്ക് മനസ്സിലാവും. അവിടെ ചുവന്ന കളറാണെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ മുറിവെണ്ണ ഇടില്ല. പിണ്ട തൈലമോ അല്ലെങ്കിൽ വേറെ മഹാമാഷല്ല വേറെ ഏതെങ്കിലും തൈലം ഞാൻ ഇടും. കാരണം അവിടെ പിത്തം പ്രിഡോമിനന്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതലുള്ള ഏരിയവും അവിടെ. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഈച്ച് ആൻഡ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള, ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിൽ പോലും കാരണങ്ങൾ വെവ്വേറെയാവും. കാരണം എല്ലാവരും വേറെ വേറെ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യണം എന്നാണ്. അറിയില്ല. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. കാരണം എന്താ പറയുക, അത് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള വേർഷനാണ്. കാരണം 10 വർഷമായിട്ടും കോട്ടക്കൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മാറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് പാളിച്ച മസ്റ്റാണ്. എവിടെയെങ്കിലും പാളിച്ച വരുന്നിട്ടുണ്ടാവും. പാളിച്ച വന്ന് കാണണം. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ
അത് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും. ബട്ട് കംപ്ലീറ്റ് ആയി പോയി, കാർട്ടിലേജ് കംപ്ലീറ്റ് ആയി പോയി ഒരു നിശ്ചിത അളവ് വരെ നമ്മുടെ എല്ല് തേയ്മാനം സംഭവിച്ചു എന്ന് വെക്കുക. ആ കാര്യം അതുപോലുള്ള കേസുകളിൽ കുറച്ച് റിസ്ക് തന്നെയാണ്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ആയുർവേദം സർജറിക്ക് എതിരല്ല. കാരണം ആദ്യ സർജൻ ആരാന്നറിയോ? ആർക്കെങ്കിലും അറിയോ? സുശ്രുതനാണ് ആദ്യ സർജൻ. അത് അലോപ്പതിക്കാർ പോലും പഠിക്കുന്ന ഒന്നാണ്. പക്ഷെ സർജറിക്കുള്ള സമയം അത് ലാസ്റ്റാണ്. ഏറ്റവും അവസാനത്തെ അടവ്, 18ാം അടവ് എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ അടവാണത്. അപ്പോ നമുക്ക് അത് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യാം. തെറ്റില്ല, പക്ഷെ പൂർണ്ണമായും നന്നായി തുടച്ചു കളയും. അതും ചൂടുവെള്ളത്തിൽ തന്നെ തുടച്ചു കളയണം. സമയമായി തോന്നുന്നു, സ്വാമി വെയിറ്റ് ചെയ്യുന്നു. ശരി, നമുക്ക് അല്ലല്ല, കാർട്ടിലേജ് വേറെ, മെനിസ്കസ് വേറെ. ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു.